വാതിൽ തുറന്ന് ആരും കാണാൻ കൂട്ടാക്കാത്ത കാലാണ്. ഞാൻ അദ്ദേഹത്തോട് പോയിട്ട് ഇപ്പൊ വലിയ പ്രശ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിന്നോളാം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദേ അപ്പുറത്ത് ഉസ്താദല്ലേ, അപ്പുറത്ത് നിങ്ങളെ ഉസ്താദല്ലേ ഈക്കേ. അപ്പൊ കഫറാ ആരാ പറഞ്ഞത്? CM പറഞ്ഞത് ഉള്ളാളത്ത് പറയാ. അപ്പൊ കട്ടിയൊന്ന് കൂടി, CM പറഞ്ഞു ഇയാളും പറഞ്ഞതായി. മനസ്സിലാക്കുക. രണ്ടാളും ഈ കുറിച്ചിലേറെ കാഫിറാക്കി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കുക. ഖുർആനിന് അർത്ഥം എഴുതിയിട്ട് അത് വിൽപ്പന നടത്തി എന്നതിന്റെ പേരിൽ, ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരിൽ KV കാഫിറായിരിക്കുന്നു, മുർത്തദ്ദായിരിക്കുന്നു എന്ന് സിറാജ് പത്രത്തിൽ നിങ്ങൾ എഴുതിയില്ലേ? നിങ്ങൾ പരസ്പരം കാഫിറാക്കുക. നാളെ വന്നിട്ട് ക്ലിപ്പിടും, സക്കരിയ സലാഹി ഇങ്ങനെ, ത്രേമാ സലഫി ഇങ്ങനെ, അനസ് മൗലവി ഇങ്ങനെ, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ ക്ലിപ്പിട്ട് ഇവർ കാഫിറാക്കാണ്. ഇതൊക്കെ തീരും മക്കളെ. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏത് കൊടുങ്കാറ്റിനെയും ജീവിച്ച പ്രസ്ഥാനമാണ്. തീയിൽ മുളച്ച പ്രസ്ഥാനമൊന്നും വെയിലത്ത് വാടൂല. പിന്നെ നിങ്ങൾ ചില ചാരന്മാരൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ഇതിനെ തകർക്കാൻ നോക്കും. താൽക്കാലിക ലാഭമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് കുറെ ആള് പോയി, ഒരു ഗ്രാമം മുഴുവൻ പോയല്ലോ മുജാഹിദിന്. അപ്പോഴാണ് നമ്മൾ അറിയണത് ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ട്. ഇവരാദ്യം പറയുന്നത് മുജാഹിദിൽ ആരുമില്ല. ഒരു 1.5 മുജാഹിദ് ഇവിടെ, 2.5 മുജാഹിദ് കാസർഗോഡ്, ഒരു 1.25 മുജാഹിദ് പാലക്കാട്. ഇപ്പൊ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു ഗ്രാമം മുഴുവൻ മുജാഹിദാണല്ലോ. ഇവരെ കൂട്ടത്തിലേക്കാണ് പോയപ്പോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇവരോട് ചോദിച്ചു, അല്ല മൗലവിമാരെ, ഒരു ഗ്രാമത്തിൽ മുഴുവൻ ഇത്രയും മുജാഹിദുകൾ ഉണ്ടായിരുന്നോ തിരുവനന്തപുരത്ത്? നമ്മളെ ഭീമാപ്പള്ളി അവിടെ ഉണ്ടായിട്ട് ഇത്രയും മുജാഹിദ് ഒരു ഗ്രാമത്തിലോ? അപ്പൊ ഒരു മൗലവി പറഞ്ഞു, ഒരു ഗ്രാമത്തിലൊന്നും അത്രയൊന്നുമില്ല, 100 ആളാണ്. 100 ആളാണ്. അப்புறம் 100 ആളൊക്കെ ഉണ്ടോ? ഇല്ല, 100 അല്ലേ, 80 ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആ 80 ഒക്കെ ഉണ്ടായിരുന്നു, അവരെ പേരൊക്കെ ഒന്ന് പുറത്തു വിടുക. അല്ല, അതൊരു 0 കൂടി, അത് 8 ആയിരുന്നു. 8ഉം കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത 8 ആളുണ്ട്. ആ 8 ആളായിട്ട് പത്രസമ്മേളനം നടത്തിയപ്പോൾ അയാൾ പറയണു, ഞാനൊന്നും അറിയില്ല, എന്നെ അവിടെ കൊടുന്നിരുത്തിയപ്പോൾ ഞാൻ അവിടെ ഇരുന്നു എന്നല്ലാതെ എനിക്ക് ഈ വക പരിപാടിയൊന്നും അറിയില്ലായിരുന്നു എന്ന് അയാൾ. വേറൊരുത്തന് ഇതിന് നേതൃത്വം കൊടുത്ത ഒരുത്തനോ, ഓനാകെ ആൾമാറാട്ട വീരനാ. ഒരു സ്ഥലത്ത് എന്നാ ഓന് കുഞ്ഞമ്പത് എന്നാ പേര്, വേറൊരു സ്ഥലത്ത് എന്നാ ഓന് നവാബ് എന്നാ പേര്, വേറൊരു സ്ഥലത്ത് എന്നാ ഓന് വേറൊരു പേരാണ്. ഇങ്ങനെ ഒരുപാട് പേരിൽ നടക്കുന്ന, ഒരുപാട് രൂപത്തിലുള്ള പ്രത്യേകതയുള്ള വേറൊരാൾ. അവസാനം നോക്കുമ്പോൾ ഉള്ളി തോല് വെളിച്ച മാതിരി പീഞ്ഞി നോക്കുമ്പോൾ അവസാനം ഒത്തൂല്ല. എൻ്റെ വിരലുണ്ട്. ഈ കോലത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾ വിചാരിച്ചു? മുജാഹിദ് പ്രസ്ഥാനം മനസ്സിലാക്കിയ ഒരു കുട്ടികളെടുത്ത് കിട്ടൂല, ഒരൊറ്റ കുട്ടി കിട്ടൂല. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞതിന്റെ പേരിൽ അത്ര വരെ അങ്ങോട്ട് പോയത്. എടോ, അതിലത്തെ കഥയായി പറഞ്ഞത്, ശനിയാഴ്ച വിളിക്കേണ്ട ജിന്ന്, ഞായറാഴ്ച വിളിക്കേണ്ട ജിന്ന് എവിടേക്കായി പോണത്? അങ്ങനെ പോയി. പണ്ടേ ഇങ്ങോട്ട് വിട്ട ഒരു ചങ്ങാതി കാന്തപുരത്തിന്റെ കൂടെ നടന്ന സർവ്വ ദർഗയിലും കയറി ഇറങ്ങിയിട്ട് ചാരനായി കയറി കൂടിയിട്ട് അതിലേക്ക് തന്നെ തിരിച്ചുപോയി പോലും. ഇപ്പൊ അടുത്താണല്ലോ മാറിയത്. അപ്പൊ തന്നെ അള്ള ഓരോ തെളിവുകൾ ഇങ്ങനെ ഇടൂലേ. ഇവൻ 2-3 മാസം മുമ്പ് ഇവന്റെ നിക്കാഹ് കാന്തപുരം നടത്തി കൊടുക്കണ ചിത്രമൊക്കെ ഫേസ്ബുക്കിൽ. ഇന്നലെ മാറിയ ആള് 3 മാസം മുമ്പ് കാന്തപുരം നിക്കാഹ് കൊടുത്തു. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നിങ്ങൾ മറുപടി അറിയണം. മുജാഹിദിനെ നിക്കാഹ് കൊടുത്തിട്ട് കാശ് വാങ്ങാല്ലേ? കാരണം 3 മാസം മുമ്പ് മുജാഹിദല്ലേ, മുജാഹിദിനല്ലേ നിങ്ങൾ ഉസ്താദ് പോയിട്ട് കാനോത്ത് തേച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അതിന്റെ ഫീസ് വാങ്ങി മുജാഹിദിന്റെ ചോറ് തിന്നു അല്ലേ? അല്ല, ഓൻ പണ്ടേ മുജാഹിദല്ല. അപ്പൊ നിങ്ങളെ കള്ളി പൊളിഞ്ഞു അല്ലേ? അപ്പൊ ഇന്നലെ വന്നതല്ല അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളാ. നോണ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേമാതിരി വേറൊരുത്തൻ കയറി കൂടി, എന്തോ KKPയോ ഏതോ ഒരുത്തൻ അബ്ദുള്ള, പല ചാരന്മാരും കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇല്ലാത്ത ഒരുപാട് മഞ്ഞ പുസ്തകമോ നീല പുസ്തകമോ എന്തോ എഴുതി പിടിപ്പിച്ച് പലരെ കൊണ്ട് വിതരണം ചെയ്യിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് തോന്നിവാസം പ്രചരിപ്പിച്ചു. അവനും ചേരേണ്ടിടത്തേക്ക് ചേർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ചാരന്മാരെ കൊണ്ടും മുജാഹിദ് പ്രസ്ഥാനം ഒലിച്ചു പോകുന്ന ആരും വിചാരിക്കണ്ട. ഇത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്, ഇത് ആദർശ പ്രസ്ഥാനമാണ്. ഇത് വ്യക്തികളുടെ ഭംഗി കണ്ടിട്ടോ ആരുടെയെങ്കിലും പവർ കണ്ടിട്ടോ വന്നവരല്ല. പ്രമാണത്തിന്റെ കൂടെ മുജാഹിദുകൾ ഉറച്ചു നിൽക്കും. ആരെങ്കിലും പ്രമാണവിരുദ്ധമായി സംസാരിച്ചാൽ തള്ളിക്കളയും. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. ആ ശക്തമായ പാരമ്പര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഇവിടെ ആരെയും തോൽപ്പിക്കലല്ല, ആരെയെങ്കിലും അടിച്ചിരുത്തലല്ല. നമ്മൾ ചെന്ന് കിടക്കുന്ന ഖബറിൽ ശാന്തി വേണം, സമാധാനം വേണം. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അതിനെന്താ വേണ്ടത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും.
എല്ലാവരും മരിക്കും, ആരും മരിക്കാത്തവരില്ല. ഖബർ പോയി കിടക്കും.